ഈ കർഷക ദമ്പതികളുടെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് അറിയോ? എത്ര ചേട്ടാ? 1600. ചേട്ടാ ഇത് BB380 എന്ന് പറഞ്ഞ കോഴിയല്ലേ? ഇത് എല്ലാ ദിവസവും മുട്ട വരുമോ? എല്ലാ ദിവസവും മുട്ട. സുഹൃത്തുക്കളെ, ഇന്ന് എന്റെ ഒരു ഒറ്റ ചങ്ങാതിയായ ഒരു ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ നമ്മളുള്ളത്. നമ്മുടെ കൃഷ്ണമാരാൻ്റെ കൂടെയാണ്. വേറൊന്നുമല്ല, കൃഷ്ണമാരാൻ്റെ കുറേ കോഴി വളർത്തലുണ്ട് കേട്ടോ. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ നല്ല ആദായകരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ് നമ്മുടെ കോഴി വളർത്തൽ. അത് BB380 എന്ന് പറയുന്ന കോഴിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കൃഷ്ണമാരാനോട് തന്നെ ചോദിച്ചറിയാം. കൃഷ്ണമാരാ, ഈ സംഭവം നിങ്ങൾക്ക് ലാഭമാണോ അതോ നഷ്ടമാണോ? ലാഭമാണ്. അപ്പൊ എന്താ അറിയോ, ഈ കോഴി കൂടും കോഴി ഇറക്കി വിട്ട് ഇവിടെ തന്നെയാണ് ചെറിയൊരു ഏരിയയില് ഇങ്ങനെ അടച്ച് എടുത്തിട്ട്, അതായത് ഒത്തിരിയൊന്നും ഇല്ല, ഒരു 6 അടി പൊക്കത്തിൽ ചെറിയ ഷീറ്റ് മറച്ചൊരു സെറ്റപ്പില് കോഴി ഇറക്കി വിട്ട് വളർത്തുന്ന ഒരു ഇതാണ്. ഏതാണ്ട് ഒരു 200 കോഴിയോളം ഇവിടെ വളർത്തുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെ 200 കോഴി എന്ന് വെച്ചാൽ എത്ര മുട്ട കിട്ടും ഏകദേശം? 150-160 മുട്ട. ചേട്ടാ ഇത് BB380 എന്ന് പറഞ്ഞ കോഴിയല്ലേ? ഇത് എല്ലാ ദിവസവും മുട്ട വരുമോ? എല്ലാ ദിവസവും. ഒരു ദിവസം എത്ര തീരിച്ചാലും വരും? ഒരു ദിവസം ഇതിന് 100 ഗ്രാം മുതൽ 110 ഗ്രാമാ പറയുന്നത് ഒരു കോഴിക്ക്. ഒരു കോഴിക്ക്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊച്ചു കോഴി മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ വലിയ കൂടാണ് കേട്ടോ. ഒരുപാട് അത്യാവശ്യം വലിയ കൂടാണ്. ഇതെല്ലാം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞ്, അതായത് ഒരു സെറ്റ് കുഞ്ഞുങ്ങള് അല്ലാതെ പല പല തരത്തിലുള്ളത്, അതായത് പ്രായവ്യത്യാസം അടിച്ച് പറത്തിയന്മാർ കണ്ടോ. അപ്പം പ്രായവ്യത്യാസം പല രീതിയിലുള്ള കോഴികളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ചേട്ടാ ഇത് ഒരു വർഷം നിങ്ങൾ വളർത്തത്തുള്ളൂ ഒരു കോഴി സെറ്റിന്? അല്ല, ഇതിന് 4 മാസം 4.5 മാസം ആകുമ്പോഴത്തേക്ക് മുട്ടയിടും. അത് കഴിഞ്ഞ് 1.5 വർഷത്തോളം മുട്ടയിടും. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ മുട്ടയുടെ എണ്ണമൊക്കെ കുറയും. നമുക്ക് തീറ്റ ചെലവായിട്ട് ഇത് പറ്റണം പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇതിനൊരു 80% ഉള്ളു ഈ തീറ്റ കൊടുക്കുന്നത്. ബാക്കി 20% ഇത് കണ്ടില്ലേ, പച്ചക്കറി വേസ്റ്റുകളൊക്കെ മേടിച്ചത് ഈ ഒരു വേസ്റ്റ് ഇതെല്ലാം കൊണ്ട് നെയ്യത്തിട്ടിട്ട് തുറന്നു വിട്ടാ വളർത്തും. ഒരു ചെറിയ സ്പേസ് അതിനായിട്ട് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉള്ളവർക്ക് വരുമാനം ഡെയിലി എത്ര രൂപ? ഒരു 100 കോഴി വളർത്തി എത്ര രൂപ കിട്ടാനുള്ളത്? 100 കോഴി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാലും ഒരു 150-200 രൂപ വരെ കിട്ടും. പക്ഷെ കോഴിക്ക് ഒരു അസുഖം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇതിനെ വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും. എന്തായാലും ഇപ്പൊ എത്ര പ്രായപൂർത്തിയായ കോഴിയാ വാങ്ങി വളർത്തുന്നത്? ഡേയോട് കുഞ്ഞുങ്ങളെ ഒരു ദിവസം പ്രായമുള്ളത്. അതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. മേടിച്ചിട്ട് ഇപ്പൊ 21 ദിവസം. ഇത് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അതിന്റെ കാഴ്ച അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെയാണ് 21 ദിവസം പ്രായമായത്. ഇത് ഏതാണ്ട് 150ഓളം കുഞ്ഞുങ്ങളുണ്ട്. ഈ കർഷക ദമ്പതികളുടെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് അറിയോ? എത്ര ചേട്ടാ? 1600 രൂപ. ഇത്രയും കോഴികളിൽ നിന്നുള്ള വരുമാനം ഇല്ലേ? 1600 രൂപ ഉണ്ടോ ഇത്രയും കോഴി? 1400 രൂപ. അന്ന് ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞു. 1400 രൂപ നമുക്ക് ലാഭമാണോ? അല്ലല്ലോ. അല്ല, ലാഭമല്ല. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 രൂപയോളം നമുക്ക് ലാഭം വരും. ബാക്കി 1000 രൂപയോളം ചെലവ് വരും. അതായത് തീറ്റ ചെലവ് മാത്രമാണോ അതോ തീറ്റ ചെലവ് മാത്രമാണോ? തീറ്റ ചെലവും മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇതിന് കാൽസ്യം കൊടുക്കണം. കാൽസ്യം മാത്രം, സപ്ലിമെന്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ. സാധാരണ ഒരു 10 സെന്റ് സ്ഥലം ഉള്ളവർക്ക് കുറച്ച് കോഴിയെ മേടിച്ച്. ഇത് 10 സെന്റ് ഇല്ല, ഇത് 3 സെന്റ് സ്ഥലമാണ് ഇത് തിരിച്ചിട്ടിരിക്കുന്നത്. 1.5 സെന്റ് സ്ഥലം ഈ കൂടുന്നു. ഒരു 4.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. ബാക്കി സ്ഥലം അങ്ങോട്ട് കവർ ചെയ്ത് ഇട്ടിരിക്കും. ഇതിനകത്ത് പിന്നെ മൊത്തം ഇത് മരങ്ങളൊക്കെ വെച്ച് നല്ല പ്രകൃതി രമണീയമായാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളിത് യാദർശികമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒന്നും അടിക്കാതെ കുറെ കോഴി, അതായത് കോഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴികളല്ല, BB380 എന്ന് പറയുന്ന ഒരു കോഴിയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് എല്ലാ ദിവസവും ഇതുപോലത്തെ അടിപൊളി മുട്ടകൾ കിട്ടും കണ്ടോ. നാടൻ മുട്ടയ്ക്ക് നാടൻ മുട്ടയ്ക്ക് വിപണിയിൽ ഇപ്പൊ എത്ര രൂപയുണ്ട് വില? ഇതിന് നമ്മൾ 8 രൂപ വെച്ചാൽ 8 രൂപ വെച്ച് വിലയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പം കുറച്ച് ഏതെങ്കിലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഉപകരിക്കട്ടെ എന്ന് വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, ആ കോഴി വളർത്തിയിട്ടുള്ളവരും അല്ലെങ്കിൽ ഇത് ചെയ്ത് ചിലപ്പോൾ പരാജയപ്പെടാം, വിജയിക്കാം, അങ്ങനെയുള്ളവരുടെ അഭിപ്രായങ്ങളോട് ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്ന വരെ എല്ലാവർക്കും